അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസ് 1-ാം പാർട്ടിലെ 3-ാമത്തെ പാഠം മുജീബുദ്ദഅവാത്ത് എന്ന പാഠാട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടാവും. യാ ഇല എന്ന അർത്ഥം എന്താണ്? പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ. മുജീബ് പറഞ്ഞ ഉത്തരം നൽകുന്നവൻ. ദഅവാത്ത് പറഞ്ഞ പ്രാർത്ഥനകൾ. ദഅവത്ത് എന്ന ഏകവചനത്തിൻ്റെ ബഹുവചനാണ് ദഅവാത്ത്. യാ ഇലാഹി യാ ഇലാഹി യാ സമീഅദ് ദഅവാതി. ഇലാഹ് പറഞ്ഞ ആരാധ്യൻ, ഇഹി പറഞ്ഞ എൻ്റെ. അപ്പം യാ ഇലാഹി എൻ്റെ ആരാധ്യനെ, യാ ഇലാഹി എൻ്റെ ആരാധ്യനെ. യാ സമീഅദ് ദഅവാതി പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ. സമീ പറഞ്ഞാൽ കേൾക്കുന്നവൻ, ദഅവാത്ത് പറഞ്ഞാൽ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ. ആതിനി ഇൽമൻ വഫഹ്മ വഫിഖ്നി ലിസ്സാലിഹാത്തി. വഫിഖ്നി ലിസ്സാലിഹാത്തി എന്താർത്ഥം? ആതിനി എനിക്ക് നൽകണമേ. എന്തൊക്കെ? ഇൽമ് അറിവ്, ഫഹ്മ് ഗ്രഹണശേഷി. അപ്പോൾ കൂട്ടി പറയുമ്പോൾ എനിക്ക് അറിവും ഗ്രഹണശേഷിയും നൽകണമേ. വഫിഖ്നി ലിസ്സാലിഹാത്തി വഫിഖ്നി എനിക്ക് തൗഫീഖ് നൽകണമേ. ലിസ്സാലിഹാത്തി നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകണമേ. അഅ്തിനി അദബൻ വഹിൽമ വഗ്ഫിറൻ ലി സയ്യിആതി. അഅ്തിനി അത് നൽകണം തന്നെ. നീ എനിക്ക് നൽകണമേ. അഅ്തിനി എനിക്ക് നൽകണമേ. അദബൻ നല്ല മര്യാദ, ഹിൽമ പറഞ്ഞ ക്ഷമ. അപ്പം എനിക്ക് നല്ല മര്യാദയും ക്ഷമയും നൽകണമേ. വഗ്ഫിറൻ ലീ സയ്യിആതി വഗ്ഫിർനി എനിക്ക് നീ. അഅ്തിനി വഗ്ഫിർനി എനിക്ക് നീ പുറത്തു തരണേ എൻ്റെ തെറ്റുകൾ. സയ്യിആത്ത് പറഞ്ഞ തെറ്റുകൾ. ആതിനി റുഷ്ദൻ വകറമ യാ മുജീബദ് ദഅവാതി. എനിക്ക് സന്മാർഗവും ഉദാരതയും നൽകണമേ. ആതിനി എനിക്ക് നൽകണമേ. റുഷ്ദൻ സന്മാർഗം, വകറമൻ ഉദാരത, നല്ല സ്വതക്ക കൊടുക്കാനുള്ള മനസ്സ്. യാ മുജീബദ് ദഅവാതി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനെ. നമ്മൾ ഹെഡിങ് ഇതാ, മുജീബുദ് ദഅവാത്ത്. ഇഹ്ഫദ്നി വബിലാദി മിൻ ഹുജൂമിൽ മുഹ്ലികാതി. ഇഹ്ഫദ്നി എന്നെയും, ഇഹ്ഫദ്നി വബിലാദി നീ ആണ് എന്നെ, വബിലാദി എൻ്റെ നാട്, എന്നെയും എൻ്റെ നാടും നീ കാക്കണേ. മിൻ ഹുജൂമിൽ മുഹ്ലികാതി നാശങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എന്നെയും എൻ്റെ നാടിനെയും നാശങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ. ഹുജൂമുൽ മുഹ്ലികാത്ത് നാശങ്ങളും അതുപോലെ ആപത്തുകളൊക്കെ കേട്ടോ. വർഹമിൽ ഉസ്താദ സുമ്മൽ വാലിദൈനി ബിൽ ഹിബാതി. ഇർഹാം നിന്റെ അനുഗ്രഹങ്ങളാൽ കരുണ നൽകണമേ. ആർക്കൊക്കെ? അൽ ഉസ്താദ അധ്യാപകനും, സുമ്മൽ വാലിദൈനി മാതാപിതാക്കൾക്കും. അപ്പം മാതാപിതാക്കൾക്കും അധ്യാപകനും ഉസ്താദിനും നിന്റെ അനുഗ്രഹങ്ങളാൽ കരുണ നൽകണമേ. പിന്നെ
അദ്ഖിൽനി ഫിൽ ജിനാനി വന്നഈമിൽ ബാഖിയാതി അദ്ഖിൽനി, എന്നെ സ്വർഗങ്ങളിലും, അദ്ഖിൽനി എന്നെ പ്രവേശിപ്പിക്കണമേ, ഫിൽ ജിനാനി സ്വർഗത്തോപ്പുകൾ, വന്നഈമിൽ ബാഖിയാതി നശിക്കാത്ത അനുഗ്രഹങ്ങളിലും. അപ്പം നശിക്കാത്ത അനുഗ്രഹങ്ങളിലും സ്വർഗത്തോപ്പുകളിലും എന്നെ പ്രവേശിപ്പിക്കണമേ. അൻഖിദ്നി മിൻ ജഹന്നം വൽ ബലായൽ ഖാലിദാതി, നരകത്തിൽ നിന്നും ശാശ്വതമായ വിപത്തുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അൻഖിദ്നി എന്നെ രക്ഷിക്കണമേ, മിൻ ജഹന്നം നരകത്തിൽ നിന്ന്, വൽ ബലായൽ ഖാലിദാതി ശാശ്വതമായ വിപത്തുകളിൽ നിന്നും. അപ്പം അത് കഴിഞ്ഞ് നീ പാഠം വായിക്കുക, എന്നിട്ട് പാടല്ല ഈ ശേഷമുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓരോന്നിൻ്റെയും അറബി വാക്കുകളും അതിൻ്റെ മലയാള അർത്ഥങ്ങളുമാണ്. വായിക്കാനും അർത്ഥമൊക്കെ ശരിക്കും പഠിക്കണം. തദ്രീബാത്ത് കേട്ടോ. ഇലാഹുൻ ആരാധ്യൻ, സമീഉൻ എല്ലാം കേൾക്കുന്നവൻ, ആതിനി എനിക്ക് നൽകണമേ, ഫഹ്മൻ ഗ്രാഹ്യശേഷിയിലെ മനസ്സിലാക്കാനുള്ള കഴിവ്, സ്വാലിഹത്തുൻ നല്ല കാര്യം, അദബുൻ മര്യാദ, ഗഫറ പൊറുത്തു, റുഷ്ദുൻ സന്മാർഗം, മുജീബുൻ ഉത്തരം നൽകുന്നവൻ, ജഹന്നം നരകം, ഖാലിദത്തുൻ ശാശ്വതമായ, നഈമുൻ സുഖം, ഹഫിള കാത്തു, ഹുജൂമുൻ ആക്രമണം, റഹിമ കരുണ ചെയ്തു, ആക്രമണം അല്ലേ, ഹുജൂം പറഞ്ഞ. ഇലാഹി എൻ്റെ ആരാധ്യൻ, ദഅവത്തുൻ പ്രാർത്ഥന, ഇൽമുൻ അറിവ്, വഫഖ അള്ളാഹു നന്മയിലേക്ക് വഴി നടത്തട്ടെ, തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം നന്മയിലേക്ക് വഴി നടത്തട്ടെ. അഅ്ത നൽകി, ഹിൽമുൻ സഹനം, ക്ഷമ സഹനം, സയ്യിഅത്തുൻ ചീത്തകാര്യം, കറമുൻ മാന്യത, അംഗത രക്ഷിച്ചു, ബലിയത്തുൻ വിപത്ത്, ജന്നത്തുൻ സ്വർഗം തോപ്പ്, ബാഖിയത്തുൻ നിലനിൽക്കുന്ന, ബിലാദുൻ നാടുകൾ, മുഹ്ലിക്കത്തുൻ അപകടങ്ങൾ, ഹിബത്തുൻ ഔദാര്യം. ഒക്കെ വായിച്ചോ കേട്ടോ. ഇനി ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. ആത്തി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നൽകൂ. ആത്തിനി പറഞ്ഞാലോ എനിക്ക് നൽകൂ. ഇനി ഇവിടെ അഴ്ത്തിന്നുണ്ട്, നൽകുന്ന. ഇനി എനിക്ക് നൽകുന്ന എങ്ങനെയാ പറയാ? ഒരു നീ കൂട്ടി കൊടുക്കണോ? അപ്പം അഴ്ത്തി നീ എനിക്ക് നൽകൂ. അദ്ഖിൽ എന്നാ പ്രവേശിപ്പിക്കൂന്ന. ഇനി എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു നീ കൂട്ടിക്കൊടുക്കണം. ദൈനി അദ്ഖിൽ നീ. ഇഹ്ഫദ് പറഞ്ഞാൽ കാക്കുക എന്നാ. എന്നെ കാക്കൂ എന്നെങ്ങനെ പറയാ? ഒരു നീ കൂട്ടിക്കൊടുക്കണം. ഇഹ്ഫദ് നീ. അടിപൊളി സുഖല്ലേ. അങ്കിത് പറഞ്ഞാൽ രക്ഷിക്കുന്ന. അങ്കിദിനി പറഞ്ഞാൽ എന്നെ രക്ഷിക്കൂ. അങ്ങനെയാണ് അറബി. നല്ല സുഖമാണ് പഠിക്കാൻ. സ്വർഗത്തിൻ്റെ ഭാഷ കേട്ടോ. അള്ളാഹു ഇഷ്ടപ്പെട്ട ഭാഷയാണ്. എല്ലാ ഭാഷയും സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണ്. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെട്ട് സ്വർഗത്തിൽ സംസാരിക്കാൻ അള്ളാഹു തീരുമാനിച്ച ഭാഷയാണ് ഇത്, അറബി. എല്ലാം പഠിക്കണം കേട്ടോ. അള്ളാഹു വേറെ പറയാണ്, നീ യാ ഇലാഹി കണ്ടോ. ഇലാഹി പറഞ്ഞ അള്ളാഹുവേന്നാണ്. നീ എൻ്റെ ഉപ്പാന്നെങ്ങനെ വിളിക്കുക? ഇലാഹി എൻ്റെ അള്ളാഹുവേന്നാണ്. നീ എൻ്റെ ഉപ്പാന്നെങ്ങനെ വിളിക്കുക? യാ അബി എൻ്റെ ഉപ്പ. ഒരു ഈ കൂട്ടി കൊടുത്താൽ മതി. ഈ അബുൻ അബി, ഉമ്മുൻ ഉമ്മി, അഖുൻ അഖി. എൻ്റെ യാ അബി എൻ്റെ ഉപ്പളാണോ? അബുൻ ഉണ്ടോ? അബുൻ ഉപ്പ. അപ്പോൾ യാ അബി എൻ്റെ ഉപ്പ. ഉമ്മുൻ യാ ഉമ്മി എൻ്റെ ഉമ്മ. അഖുൻ സഹോദരൻ. യാ അഖി എൻ്റെ സഹോദരൻ. മനസ്സിലായില്ലേ? ഇതിനൊക്കെ അവസാനം യാ കൂട്ടിക്കൊടുക്കുക, ഈ കൂട്ടിക്കൊടുക്കുക. പിന്നെ അതിന് മുമ്പുള്ള യാൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറും കൊടുക്കുക. അബു എന്നുള്ളത് ഇപ്പോൾ അബീന്നായി. ഉമ്മ എന്നുള്ള ഉമ്മീന്നായി. അഹു എന്നുള്ള അഹീന്നായി. ആ യാണ് കയറ്റിയ എന്നിട്ട് യാവിന് അവസാനത്ത് കൊടുക്കുക. യാൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറും കൊടുക്കുക. അപ്പോൾ ഓക്കെ ആവും.
നമ്മൾ ഏകവചനവും ബഹുവചനവും പറയാം അല്ലേ. ഏകവചനം ബഹുവചനം. ജന്നത്തുൻ എന്ന് പറഞ്ഞാൽ തോട്ടം, ജിനാനുൻ തോട്ടങ്ങൾ. ഇനി ഇവിടെ ജീമ് കുറേ ബഹുവചനങ്ങളുണ്ട്. 1 2 3 4 5 6 7 അല്ലേ. ദഅവത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ടിലുണ്ട്. ദഅവാത്തുൻ, ഹിബത്തുൻ, ഹിബാത്തുൻ, സയ്യിഅത്തുൻ, സയ്യിആത്തുൻ, മുഹ്ലിക്കത്തുൻ, മുഹ്ലികാത്തുൻ, ഖാലിദത്തുൻ, ഖാലിദാത്തുൻ, സ്വാലിഹത്തുൻ, സ്വാലിഹാത്തുൻ, ബലിയത്തുൻ, ബലിയാത്തുൻ. ഏകവചനം ബഹുവചനം. മരം മരങ്ങൾ, കല്ല് കല്ലുകൾ, പേന പേനകൾ. നല്ല സുഖ. അതേമാതിരി അറബിയിൽ പറയുമ്പോൾ അതേമാതിരി ജന്നത്തുൻ ജന്നത്തുകൾ എന്ന് പറയാൻ പറ്റൂല. ജന്നത്തുൻ ജിനാനുൻ, ദഅവത്തുൻ ദഅവാത്തുൻ, ഹിബത്തുൻ ഹിബാത്തുൻ. ഇതെങ്ങനെയാണ് ഉസ്താദേ വന്ന് പഠിക്കണം? നമ്മൾ 3ാം ക്ലാസ്സിലല്ലേ, നമ്മൾ വലിയ ക്ലാസ്സിൽ എത്തട്ടെ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. മിസ്ലി സവാബിന ഹബീബായ അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള ഇഷ്ടം ഞങ്ങളെ ഹൃദയത്തിലേറ്റി തരണേ അല്ലാഹ്. അത് മാത്രമേ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് സർവ്വപാപങ്ങളും പൊറുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും എല്ലാ പാപങ്ങളും പൊറുത്തു തരണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. പ്രയാസങ്ങൾ സലാമത്താകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മശക്തി തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ പലരുമുണ്ട്. രക്തബന്ധത്തിലുണ്ട്, കെട്ടുബന്ധത്തിലുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ഇഷ്ടപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ നല്ല സന്തോഷമുള്ള ഖബർ ജീവിതം നൽകണേ അല്ലാഹ്. നിങ്ങളെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്.